അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ ദിവസം അറബിയുമ്മയും തലാലും സന്തോഷത്തോടു കൂടിയാണ് ഉറക്കമുണ്ടുന്നത്. കാരണം മറ്റൊന്നുമല്ല, തങ്ങൾ സർപ്രൈസായി കാത്തുവെച്ച ആ ഒരു ദിവസമാണ് വന്നെത്തിയിരിക്കുന്നത്. അതെ, വെള്ളിയാഴ്ച ദിവസം ഉസ്താദിൻ്റെ ഖുത്ബ കേൾക്കണം. അവിടെ അറിയാതെ പോയിരിക്കണം, ഒന്നും അറിയിക്കാതെ പെട്ടെന്ന് സർപ്രൈസായിട്ട് നാഫി ഉസ്താദ് കാണുമ്പോഴുള്ള ആ ഒരു അവസ്ഥ അതൊന്ന് കാണുവാൻ വേണ്ടിയിട്ട് ഉമ്മ തലാൽ വിളിച്ചു. ആ മോനെ, ഫുഡ് എന്താ ഓർഡർ ചെയ്യേണ്ടത്? മോനെ, എന്തായാലും കുഴപ്പമില്ല, പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, ടൈം ഇങ്ങോട്ട് പോയി കിട്ടാത്ത പോലെ. ആ വെള്ളിയാഴ്ച ദിവസം അൽക്കാഫ് പാരായണം ചെയ്ത് അറബിയുമ്മ ഒരുപാട് ദുആ ചെയ്തു. പഠിച്ച റബ്ബേ, എല്ലാം ഹൈറിലാക്കണേ അല്ലാ. മുത്ത് ഹബീബിൻ്റെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരുന്നു. അല്ലെങ്കിൽ അറബിയുമ്മക്ക് അതൊരു ശീലമാണ്. എപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നത് അറബിയുമ്മയുടെ ഇഷ്ട ഹോബിയാണ്. അത് ഹബീബിനോടുള്ള ആ ഒരു പ്രണയം കൊണ്ട് കൂടുതൽ എപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. എന്താണെന്നറിയില്ല, അതിൽ ലയിച്ചു ചേരുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ്. ഉമ്മ, ഇന്ന് കുറച്ച് നേരത്തെ എനിക്ക് പള്ളിയിലേക്ക് ഇറങ്ങണം. അതിനു മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കണം ഇവിടുത്തെ പള്ളി കാര്യങ്ങൾ ഒക്കെ ഒന്ന്. മോനെ, എന്തായാലും ബാങ്ക് അടുത്തു നിന്നാണല്ലോ കേട്ടത്. പിന്നെ മോൻ വല്ലാതെ പുറത്ത് പോകാത്തതുകൊണ്ട് കാണാത്തതിൻ്റെ പ്രശ്നമാണ്. എന്തൊക്കെ തന്നെയാലും ജസ്റ്റ് ആ സെക്യൂരിറ്റിയോട് ചോദിച്ചാൽ പോരെ? എന്തിനാ ഉമ്മ, ജസ്റ്റ് നിയർ മസ്ജിദ് എന്ന് ലൊക്കേഷൻ അടിച്ചു കൊടുത്താൽ പോരെ? ആ മതി. എന്നാലും അറബിയുമ്മയും തലാലും ഫ്രഷായി അപ്പോഴേക്കും ഫുഡ് എത്തിയിരുന്നു. എന്താണെന്നറിയില്ല, അറബിയുമ്മക്ക് വല്ലാത്തൊരു സന്തോഷം. ഇന്നെൻ്റെ പൊന്നു മോളെ കാണണം, ഞാൻ പിടിച്ചു നിൽക്കുകയായിരുന്നു. ഇന്നലെ ഇവിടെ വന്നിട്ട് പിന്നെ തലാലിൻ്റെ പണിയാണ് സർപ്രൈസ് ആക്കുക, അങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കിയെന്നൊക്കെ പറഞ്ഞത്. എന്തായാലും പഠിച്ച റബ്ബേ, അൽഹംദുലില്ലാ, എൻ്റെ മോളുടെ അടുക്കൽ ഞാൻ എത്തിയല്ലോ. അന്ന് തലാൽ അവൻ്റെ പെട്ടി തുറന്ന് അതിൽ നിന്ന് വില കൂടിയ ആ ഒരു അറബിക് ഡ്രസ്സ് എടുത്ത് ധരിക്കുന്നു. വല്ലാത്തൊരു സ്മെല്ലായിരുന്നു അതിന്. അതിൽ വില കൂടിയ ഒരു അത്തറുമെടുത്ത് പുരട്ടുന്നു. മോനെ തലാൽ, ഈ ഒരു ഡ്രസ്സിൽ എൻ്റെ മോൻ വളരെയധികം മനോഹരമായിരിക്കുന്നു. മാഷാ അല്ലാ. ഉമ്മ പറഞ്ഞതല്ലേ വെള്ളിയാഴ്ച ദിവസം എപ്പോഴും പെരുന്നാൾ പോലെയാണെന്ന്. പെരുന്നാൾ ദിവസം നല്ല രീതിയിൽ പുതുവസ്ത്രങ്ങൾ ധരിക്കണമെന്നൊക്കെയല്ലേ? പ്രത്യേകിച്ച് കേരളത്തിൽ വന്ന ആദ്യത്തെ ജുമ്മ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങല്ലേ, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മളൊന്ന് സെറ്റാവേണ്ടേ? ആ മോനെ, ആവണല്ലോ. മോനെ, നല്ലൊരു സ്മെല്ല് കേട്ടോ. ഇത് ഏതാടാ? ഇതുമ്മ ഹൂദിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. അതായത് ഇതിൻ്റെ ക്യാഷ് എത്ര ഉമ്മക്കറിയില്ലേ? ആ, വില കൂടിയ അത്തറുകൾ ഉപയോഗിച്ചാൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവും. ഉമ്മ ഈ ഒരു അത്തറ് പുരട്ടി അതുവഴി അങ്ങ് പോയി കഴിഞ്ഞാൽ മണിക്കൂറുകളോളം എന്നല്ല, ഒരു ദിവസത്തോളം, 2 ദിവസത്തോളം, അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 4 ദിവസത്തോളം വരെ ആ സ്മെല്ല് അവിടെ തങ്ങി നിൽക്കും എന്നാണല്ലോ ചൊല്ല്. അതുപോലെ പവർഫുള്ളായ ഒരു അത്തറാണിത്. മോനെ, എപ്പോഴും നമ്മൾ അത്തർ യൂസ് ചെയ്യണം. അതിപ്പോൾ കുളി കഴിഞ്ഞിട്ടായാലും എന്തൊക്കെ തന്നെയായാലും. അതായത് ഷെയ്ത്താൻ അത് ഇഷ്ടമല്ലല്ലോ. ഷെയ്ത്താന്മാർക്ക് നല്ല സ്മെല്ലിനോട് തീരെ ഇഷ്ടമല്ല, അവരവിടെ നിന്ന് ഓടും. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ അത്തറൊക്കെ പൂശിയിട്ട് അങ്ങനെ നിൽക്കണം. അങ്ങനെ ആകുമ്പോൾ ഷെയ്ത്താൻ നമ്മളുടെ അടുക്കിലേക്ക് അടുക്കില്ല. നമ്മളുടെ വാഹനത്തിലായാലും വീട്ടിലായാലൊക്കെ എപ്പോഴും നല്ലൊരു സുഗന്ധം, അത് നല്ലൊരു കാര്യം തന്നെയാണ്. ബാഡ് സ്മെല്ലുള്ള സ്ഥലത്തായിരിക്കും ഇബിലീസ് കൂട് കൂട്ടുക. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും വൃത്തിയിലും വെടുപ്പിലും നല്ല സുഗന്ധത്തിലും നടക്കുന്നത് തന്നെയാണ് അള്ളാഹുവിനും ഇഷ്ടം. ശുദ്ധി ഈമാൻ്റെ ഭാഗമാണ് എന്നാണല്ലോ ഉമ്മ. അപ്പോൾ സ്ത്രീകൾക്ക് ഇത് അലൗഡ് അല്ലല്ലോ. മോനെ, ആര് പറഞ്ഞു? പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രമല്ലേ സ്ത്രീകൾക്ക് ഇത് ഹറാം. അതായത് ആ ഒരു സുഗന്ധം മറ്റൊരു അന്യപുരുഷന് അത് ആസ്വദിക്കാൻ ഇടവന്നാൽ അത് തെറ്റുകാരിയാകുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ അങ്ങനെയല്ല, വീട്ടിനുള്ളിൽ ഉപയോഗിക്കാലോ. സ്വന്തം ഭർത്താവിൻ്റെ അടുക്കൽ, അതുപോലെ സഹോദരങ്ങളുടെ ഇടയിലായാലും ഒന്നും അതിനൊരു കുഴപ്പമില്ല. പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കരുത് എന്നേ ഉള്ളൂ. മാക്സിമം സുന്ദരിയായിരിക്കണം വീട്ടിൽ നിന്ന്, അതാരൊക്കെ തന്നെയായാലും. പല സ്ത്രീകളുണ്ട് വളരെയധികം ഈങ്ങിച്ചടിച്ച ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. പക്ഷെ അവരുടെ അടുക്കിലേക്കൊന്നും റഹ്മത്തിൻ്റെ മലക്കുകൾക്ക് വരാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇബിലീസിനായിരിക്കും അവർ ഏറ്റവും ഇഷ്ടം ഡെയിലി ഫ്രഷായി കുളിച്ച് വൃത്തിയായി അത്രയൊക്കെ പുരട്ടി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുന്നത് പഠിച്ചവന് ഏറ്റവും ഇഷ്ടമാണ്. അത്രക്കും ഇഷ്ടമാണ് വൃത്തിയുള്ളവരെ. ഉമ്മ വെള്ളിയാഴ്ചത്തെ ഒരുപാട് മഹത്വങ്ങൾ നിങ്ങൾ അപ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഉമ്മ വെള്ളിയാഴ്ചയെക്കുറിച്ച്
അത് ഉമ്മ എനിക്ക് എപ്പോഴും പറഞ്ഞു തരുന്നതല്ലേ. അതേ മോനെ, അത് നമ്മൾ ബഹുമാനിക്കണം. നമ്മുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് വെള്ളിയാഴ്ചയാണ്. അത് നമ്മൾ ബഹുമാനിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ വെള്ളിയാഴ്ചത്ത്. ഒന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. നഖം മുറിക്കുന്നതിനെ കുറിച്ചും അതുപോലെ മുടി വെട്ടുക, അതുപോലെ നല്ല ക്ലിയറായി നമ്മുടെ ശരീരം നിർത്തുക. ഒരു പെരുന്നാൾ പോലെ തന്നെയാണ് വെള്ളിയാഴ്ച നമ്മൾ കാണേണ്ടത്. ഏറ്റവും പരിശുദ്ധമായ ദിവസമാണല്ലോ ഉമ്മ. എന്നാൽ ഞാനൊരു കുർത്ത ധരിച്ചപ്പോൾ തന്നെ ഉമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാലേ ഈ തലപ്പാവ് കൂടി വെച്ചിട്ട് ഞാൻ പോവാട്ടോ, സമയമായി കണ്ടില്ലേ ഏകദേശം. മോനെ പോയി ചെന്നിട്ട് അവിടെ പോയിരുന്ന് അൽക്കഫൊക്കെ ഓതിക്കോ. എന്നും ചെയ്യുന്ന പോലെ ഉമ്മ ഇന്ന് ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഓതി. മോനെ അതിനെന്താ, വേഗം പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതിൽ മഹാന്മാരെങ്ങനെയാണല്ലോ പറയുന്നത്, എങ്ങനെ ആദ്യം പള്ളിയിലേക്ക് എത്തുന്നവർക്ക് ഒരു വലിയ ഒട്ടകത്തെ അറുത്ത കൂലിയാണെന്ന്, പിന്നെ എത്തുന്നവർക്ക് ഒരു ആടിനെ അറുത്തത്, അവസാനമായി എത്തുന്നവർക്ക് ഒരു കോഴിമുട്ടയുടെ പ്രതിഫലം. അതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ കൂടുതൽ പ്രതിഫലം വാങ്ങാൻ ഇപ്പോൾ തന്നെ പോയിക്കോ. ഉമ്മയുടെ നിർദ്ദേശപ്രകാരം തലാൽ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്നു. ഉമ്മയോട് സലാം പറഞ്ഞുകൊണ്ട് ഉമ്മ അത് നോക്കി നിന്നു. ആ ഒരു നിമിഷം ഉമ്മ ചിന്തിച്ചു, പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടിക്കും വേണമല്ലോ ഒരു ഇണ. ഒറ്റയ്ക്ക് എത്രയായി താമസിക്കുന്നു. നാഫി ഉസ്താദും തലാലും ഒരുമിച്ചായിരുന്നു അവരെല്ലാം പങ്കുവച്ചിരുന്നതും എല്ലാം. പക്ഷേ ഇപ്പോൾ നാഫി ഉസ്താദിൻ്റെ നിക്കാഹ് കഴിഞ്ഞതോടുകൂടി ശരിക്കും ഒരു ഒറ്റപ്പെട്ട ഫീലുണ്ടോ എന്നെനിക്കൊരു തോന്നൽ. അല്ലാ, ഹൈറായൊരു പെൺകുട്ടിയെ എൻ്റെ കുട്ടിക്കും നീ കണ്ടെത്തിക്കൊണ്ട് റഹ്മാനെ, എൻ്റെ നൂർ ഫാത്തിമയെ പോലുള്ള. പക്ഷേ അതൊക്കെ കിട്ടാൻ പ്രയാസമായിരിക്കും. കാരണം അവളെല്ലാം ഒത്തിണങ്ങിയ ഒരു പെണ്ണല്ലേ. എന്നാലും അൽഹംദുലില്ലാ, റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ദാമ്പത്യ ജീവിതം ഹൈറും ബർക്കത്തും അതിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. തലാൽ പള്ളിയിലേക്ക് പോയി. ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴും വളരെയധികം സ്മെല്ലുള്ള ആ ഒരു അത്തറിൻ്റെ ഗന്ധം ആസ്വദിച്ചുകൊണ്ട് ആ ഒരു സെക്യൂരിറ്റി ശരിക്കും തലാലിനെ കണ്ടപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പോയി. തലാലിനോട് സലാം പറഞ്ഞു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓരോ മലയാളങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ തലാലിനും അറബി ഉമ്മക്കും മലയാളം അറിയുന്നത് കൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ മലയാളത്തിൽ തന്നെ തലാൽ അതിനെല്ലാം മറുപടി കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഇക്ക, ഈ പള്ളി മോനെ, അതാ ആ 2 ബിൽഡിങ് കഴിഞ്ഞാൽ അപ്പുറത്താണ് പള്ളിയുള്ളത്. നടക്കാനല്ലേ ഉള്ളൂ? ആ പിന്നെന്താ, നടക്കാനേ ഉള്ളൂ. ബാങ്ക് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. 2 അടി നടക്കാനേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് 2 അടി വെച്ചാൽ തന്നെ അവിടെ എത്തും. തലാൽ പള്ളിയുടെ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ തലാലിനെ കണ്ട് സലാം പറയുന്നു. തലാലിനോട് വിശേഷങ്ങൾ ചോദിക്കുന്നു. എല്ലാവരും പറയുന്നത് കേട്ടു. അറബി വന്നിട്ടുണ്ട്, ഒരു അറബി, മാഷാ അല്ലാ എന്ന് പറഞ്ഞ് എല്ലാവരും ഒരിക്കലെങ്കിലും ആ ഒരു അറബിയെ കാണുവാൻ വേണ്ടി ഓടിയെത്തുന്നു. എവിടെയാണ്? അറബ് നാട്ടിൽ മദീനയിലാണ്. മാഷാ അല്ലാ, റൗള ഷരീഫിൻ്റെ, അതെ, റൗള ഷരീഫിൻ്റെ അടുക്കൽ തന്നെയാണ്. അവിടുന്ന് അധിക ദൂരമൊന്നുമില്ല. മാഷാ അല്ലാ. പലരും അറബിയുടെ കൈ പിടിച്ച് മുത്തുന്നു. പള്ളിയിലേക്ക് പോകുന്ന തലാലിനെ പലരും കണ്ട് സലാം പറഞ്ഞപ്പോൾ കുറച്ച് സമയമായി അങ്ങോട്ട് എത്തുവാൻ വേണ്ടിയിട്ട്. തലാലിന് ഭയമായി. പഠിച്ച റബ്ബേ, ഉമ്മയുടെ അടുക്കൽ നിന്ന് എപ്പോൾ ഇറങ്ങിയതാണ് ഉമ്മ അറിയണ്ട. പക്ഷേ ഓരോരുത്തരും വന്ന് സലാം പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെ എങ്ങനെ അത് ഒഴിവാക്കും? പിന്നീടും അതാ തലാലിനെ കാണുന്നവരെല്ലാം അടുത്തേക്ക് വരുന്നു. എന്നിട്ട് സലാം പറഞ്ഞ് കൈ മുത്തുന്നു. മദീനയിൽ, അതെ, മദീനയിൽ നിങ്ങൾ ഏത് ഞങ്ങൾ അൻസ്വാരികളാണ്. ആണോ? മാഷാ അല്ലാ. മുത്ത് ഹബീബിനെ സ്വീകരിച്ച അൻസ്വാരികളിൽ പെട്ടവരാണ് തലാല് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം സന്തോഷമാവുകയാണ്. പക്ഷേ ഉസ്താദ് ഇതൊന്നും അറിയുന്നില്ല. തലാലിനെ എല്ലാവരും ഒരു നോക്ക് കാണുവാൻ വേണ്ടി ധൃതി കൂട്ടുകയാണ്. ഒടുവിൽ പള്ളിയുടെ ഗേറ്റിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴും ഒരുപാട് ആളുകൾ തലാലിനോട് സലാം പറഞ്ഞും വിശേഷങ്ങൾ ചോദിച്ചും അങ്ങനെ നിൽക്കുന്നു. ഏകദേശം പള്ളിക്കുള്ളിൽ ആളുകളൊക്കെ പകുതിയിലേറെ ആയിട്ടുണ്ട്. തലാലിൻ്റെ കൂടെ ഒരുപാട് ആളുകളുമുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് തന്നെ അതാ പള്ളിയിലേക്ക് കയറുന്നു. ഏകദേശം 4ാമത്തെ സ്വഫിലാണ് തലാലിന് സീറ്റ് കിട്ടിയത്.
ഖത്തീബ് അതാ മിമ്പറിലേക്ക് കടന്നു വരുന്നു. തലാൽ ആ ഒരു കാഴ്ച ശരിക്കും കണ്ടു. മാഷാ അല്ലാ, എത്രമാത്രം മനോഹരമാണ് നാഫി ഉസ്താദ് ഈ പള്ളിക്കകത്ത് നിൽക്കുമ്പോൾ. വളരെയധികം മനോഹരമായ ശൈലിയിലതാ നാഫി ഉസ്താദ് ഖുത്ബ അവതരിപ്പിക്കുന്നു. തലാൽ ശരിക്കും അത് കേട്ട് ആസ്വദിച്ചു പോവുകയാണ്. മാഷാ അല്ലാ. ഉസ്താദ് അപ്പോഴും തലാലിനെ കണ്ടിട്ടേയില്ല. ഒരുപാട് ആളുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ തലാൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. ഒരുപക്ഷെ ഉസ്താദ് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നിസ്കാരത്തിന് ശേഷമുള്ള ദുആ കഴിഞ്ഞ് എല്ലാവരും അതാ പിരിഞ്ഞു പോകുവാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ ആളുകൾ പെട്ടെന്നൊന്നും പോകുന്നേയില്ല. എല്ലാവരും അറബിക്ക് ചുറ്റുമായി കൂടുകയാണ്. ആ ഭാഗം ഉസ്താദ് ശ്രദ്ധിച്ചു. എന്താണ് അവിടെ ഒരു ആൾക്കൂട്ടം? സാധാരണയായി പള്ളി കഴിഞ്ഞാൽ പിന്നെ ചില ആളുകൾ മാത്രം പള്ളിക്കാട്ടിലേക്ക് പോകും. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി. അല്ലാത്തവരെ പിന്നെ പൊടി പോലും കാണില്ല. പക്ഷെ ഇന്നിതാ ഒരുപാട് ആളുകൾ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നു. ഉസ്താദ് അത് ശ്രദ്ധിച്ചു. എന്താണിപ്പോൾ? ഉസ്താദിനും ഫുഡ് കഴിക്കാൻ പോകാൻ സമയമായി തുടങ്ങിയിരുന്നു. പക്ഷെ ആളുകൾ അങ്ങ് വിട്ടുപോകുന്നുമില്ല. അതിൽ ഉസ്താദ് തൊട്ടടുത്തുള്ള ആളോട് ചോദിച്ചു, എന്താണ് അവിടെ ഒരു ആൾക്കൂട്ടം? അത് ആരോ ഒരു അറബി അങ്ങാന് വന്നൊക്കെ അവനെന്തോ പറഞ്ഞു. ആണോ? അത് ശരി, അതുകൊണ്ടായിരിക്കില്ലേ ആളുകൾക്ക് അറബി എന്ന് വെച്ചാൽ. ആ അതെ, പിന്നെയെന്ന് വെച്ചാൽ അറബികൾ വെച്ചാൽ വെറും കൈയോടെ വരില്ലല്ലോ. അവരടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ അതൊരു വലിയൊരു കിട്ടലായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ആളുകൾ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. ആ ആണല്ലേ, മാഷാ അല്ലാ. ഏതൊരു അറബിയും ഇവിടെ വന്നാലും വെറുതെ വിടില്ലല്ലേ ആരും. ഉസ്താദേ, അറബികൾ എന്ന് പറഞ്ഞാൽ അവർ വലിയ കോടീശ്വരന്മാരല്ലേ. അപ്പോൾ അവർ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് എത്തുകയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയല്ലേ, അതുകൊണ്ടായിരിക്കും. ആയിക്കോട്ടെ, നമ്മളെ കേരളത്തിലേക്ക് വന്നിട്ട്, നമ്മളെ പള്ളിയിലേക്ക് വന്നിട്ട് അറബിയെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഉസ്താദ് ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അത് ആ ആൾക്കൂട്ടമുള്ള സ്ഥലത്തേക്ക് പോകുന്നു. എന്നാൽ അവിടെ കൂടിയവർക്കെല്ലാം തലാലെ എന്തൊക്കെയോ നൽകുന്നുമുണ്ട്. അതിനുവേണ്ടി ഇന്ത്യൻ രൂപയാക്കി കുറച്ച് ക്യാഷൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ടാണ് തലാല് പള്ളിയിലേക്ക് വന്നത് തന്നെ. ഉസ്താദ് കരുതിയതുപോലെ തന്നെ അവിടെ നോട്ട് വിതരണം ആയിരുന്നു. പള്ളിയിലേക്ക് വന്ന ആളുകളൊന്നും പിരിഞ്ഞു പോയിട്ടില്ല. എല്ലാവരും ആ ഒരു അറബിയെ പൊതിഞ്ഞ് നിൽക്കുകയാണ്. ഉസ്താദ് വരുന്നത് കണ്ട് അവരെല്ലാം പറഞ്ഞു, മാറി നിൽക്കേ, ഉസ്താദ് വരുന്നുണ്ട്, ഉസ്താദ് ഒന്ന് കണ്ടോട്ടെ. ഉസ്താദേ, ഒരു മഹാനായ അറബി അവിടെ വന്നിക്കണ്. ഉസ്താദ് പുഞ്ചിരിച്ചു. അല്ല, ഉസ്താദിനെ കാണണ്ടേ? അല്ല, നിങ്ങൾ തിരക്കല്ലേ, അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ ഞാൻ കണ്ടോണ്ട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് ഉസ്താദ് അതാ തിരിഞ്ഞു പോകുവാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെ ആ ഒരു കൈകൾ ഉസ്താദ് കണ്ടു. വെളുത്ത് മനോഹരമായ ആ കൈകൾ, അത് ശരിക്കും എവിടെയോ കണ്ട പോലെ ഉസ്താദിന് അനുഭവപ്പെട്ടു. ഉസ്താദ് ഒന്നുകൂടി ആൾത്തിരക്കിൻ്റെ ഇടയിലേക്ക് ഒന്ന് നോക്കി. എല്ലാവരും ഉസ്താദിന് വേണ്ടി വഴി മാറിക്കൊടുക്കുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് ആ കാഴ്ച കണ്ട് ഉസ്താദ് ഞെട്ടി. തൂവെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, തലയിൽ അറബികളുടെ ഒരു കെട്ടുമുണ്ട്, തിരിഞ്ഞു നിൽക്കുന്ന ഒരാൾ. ശരിക്കും ഉസ്താദ് ഞെട്ടിപ്പോയി. പടച്ച റബ്ബേ, തലാലിനെ പോലെ ഒരാൾ. ഉസ്താദ് ആ ഭാഗത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ ആ മുഖമൊന്ന് കണ്ടു. ആ കാഴ്ച കണ്ട് ഉസ്താദ് ഞെട്ടിപ്പോയി. തലാൽ, ഉസ്താദ് വിളിച്ചു. തലാൽ പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. നാഫിർ, അസ്സലാമു അലൈക്കും യാ ഹബീബി എന്ന് പറഞ്ഞ് ഉസ്താദിനെ അതാ തലാൽ കെട്ടിപ്പിടിച്ച് കരയുന്നു. ശരിക്കും ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വഅലൈക്കും അസ്സലാം. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് തുരുതുരെ ചുംബിച്ചു. തലാൽ, എനിക്കിത്, എൻ്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാമോ? എന്താ ഇത്? ഒട്ടും പ്രതീക്ഷിക്കാതെ. നാഫിർ, അത് ഒരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചതാണ്. തലാൽ, ഇങ്ങനെയൊക്കെ സർപ്രൈസോ? അതും അവിടെ നിന്ന് ഇങ്ങോട്ട്? മാഷാ അല്ലാ, മാഷാ അല്ലാ. അപ്പോൾ അറബിയുമ്മ? ഉമ്മ അവിടെ ഫ്ലാറ്റിലുണ്ട്. അവിടെ കൂടി നിന്നവരെല്ലാം അവരുടെ സംഭാഷണങ്ങൾ കേട്ടു. ഉസ്താദേ, നിങ്ങൾക്കറിയുമോ ഈ അറബിയെ? ഈ അറബി നമ്മളെ ചങ്കല്ലേ, അതെങ്ങനെ മറക്കാൻ പറ്റുമോ? തലാൽ, എന്തിനായിരുന്നു? ജസ്റ്റ് ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ വരുമായിരുന്നില്ലേ എയർപോർട്ടിലേക്കൊക്കെ? നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവില്ലേ? ഹേയ് ഇല്ല,
നാഫിയോൾ, ഇപ്പോൾ എന്ത് ബുദ്ധിമുട്ട്? ഇപ്പോൾ ഇത്രക്കും ലോകം വളർന്നില്ലേ? അപ്പോൾ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ വിരൽത്തുമ്പിലില്ലേ? പിന്നെ എന്തിനു ബുദ്ധിമുട്ട്? എന്നാലും തലാൽ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ വരുമായിരുന്നു. ഹേയ്, അത് തൽക്കാലം വേണ്ട. പിന്നെ നൂർ ഫാത്തിമയെ തനിച്ചാക്കിയൊക്കെ പോരേണ്ട ഒരു അവസ്ഥക്ക് വരുമ്പോഴേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യമേ അതിന് മെനക്കെട്ടില്ല. തലാൽ, എനിക്ക് വരൂ തലാൽ, എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വരൂ. അറബിയുമ്മ അവരെയും ഉമ്മക്കുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പിന്നീട് ഒരുമിക്കാം. ഇപ്പോൾ ഞാൻ ഉമ്മയുടെ അടുക്കലേക്ക് പോകട്ടെ. തലാൽ, പള്ളിയിൽ തന്നെ ഇതാ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിച്ചിട്ട് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുള്ളൂ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച അങ്ങനെയായിരിക്കും. തലാലിൻ്റെ ആ ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത വരവ് ശരിക്കും നാഫി ഉസ്താദിന് അത്ഭുതം സൃഷ്ടിക്കുകയായിരുന്നു. എല്ലാവരും ഉസ്താദിനോട് ചോദിക്കുന്നു, ഉസ്താദെ അപ്പോൾ നിങ്ങളുടെ... അതെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവന്. അപ്പോൾ ഉസ്താദെ, അപ്പോൾ നിങ്ങൾക്ക് മുതലാണല്ലോ. ഇങ്ങനൊരു അറബിയെ ഫ്രണ്ടായി കിട്ടിയാലേ നിങ്ങൾ കഴിച്ചില്ലായില്ലേ? അതിന് നമ്മൾ ഇതുവരെ ബുദ്ധിമുട്ടില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം കനിഞ്ഞരുളിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. പക്ഷേ എങ്കിലും ഒരു അറബി ഫാമിലിയോടുള്ള ഒരു ടച്ചപ്പ്, ആ ഒരു സൗഹൃദം, അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ എല്ലാവർക്കും. അറബിയെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കുകയാണ് എല്ലാവരും. എന്നാൽ നൂർ ഫാത്തിമ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവും തലാലും ഒരുമിച്ച് കൂടിയതും സംസാരിച്ചതും കണ്ടതും ഒന്നും അവൾ അറിയുന്നില്ല. അവൾ തൻ്റെ ഭർത്താവിന് വേണ്ടി നിസ്കാരം കഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. അറബിയുമ്മയാണെങ്കിൽ തലാലിനെ കാത്തു നിൽക്കുന്നു. തലാലിൻ്റെ ഫോണിലേക്ക് അറബിയുമ്മ വിളിച്ചു. ഉമ്മ, ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ എന്നെ കണ്ടിട്ടേ ഒന്ന് മുത്താൻ, ഒന്ന് സലാം പറയാൻ കാത്തിരിക്കുകയാണ്. മോനെ, അൽഹംദുലില്ലാ, എൻ്റെ കുട്ടിയുടെ ഭാഗ്യമാണതൊക്കെ. ഉമ്മ, മദീനയിൽ നിന്ന് വന്ന അറബികളാന്ന് പറഞ്ഞപ്പോഴേ എല്ലാവർക്കും വല്ലാത്തൊരു ആകാംക്ഷ. മോനെ, അവരുടെ കയ്യിലൊന്നും ഒന്നും കൊടുക്കാനുള്ളത് നീ എടുത്തില്ലേ? ആ ഉമ്മ, എടുത്തതെല്ലാം കഴിഞ്ഞു. ഇനിയും ഉണ്ടല്ലോ ഇഷ്ടം പോലെ. നമുക്ക് അടുത്ത പ്രാവശ്യം പോകുമ്പോഴൊക്കെ കുറച്ച് കൂടുതലായിട്ട് എടുത്തോണ്ട് അങ്ങനെ കണക്കാക്കണ്ട. കാരണം ഒരുപാട് പാവപ്പെട്ടവരുണ്ടാവും, അവരൊക്കെ നല്ല രീതിയിലൊന്ന് റെഡി ആവട്ടെ. മോനെ തലാൽ, നൂർ ഫാത്തിമയുടെ അടുക്കലേക്ക് പോകണം. നീ ഇനി എപ്പോഴാ? ഉമ്മ, ഞാനിപ്പോൾ വരാം. ഉമ്മ ഒരുങ്ങിക്കോളും. അങ്ങനെ ഏതാ നൂർ ഫാത്തിമയെ കാണുവാനുള്ള ഒരുക്കത്തിലാണ് അറബിയുമ്മ. അറബിയുമ്മ പ്രത്യേകമായിട്ട് ഒരു ഡ്രസ്സൊക്കെ ധരിച്ചു. അതുപോലെ സ്പെഷ്യലായിട്ട് നൂർ ഫാത്തിമയുടെ കയ്യിൽ കൊടുക്കുവാനുള്ള ആ ഒരു ഗിഫ്റ്റും കരുതി. ഇനി വലിയ ലഗേജൊക്കെ ഒന്നായിട്ട് കൊണ്ടുപോകാം എന്ന് കരുതി. തലാൽ തിരിച്ചു വന്നു. ഉസ്താദ് താമസിക്കുന്ന ഫ്ലാറ്റെല്ലാം ഉസ്താദിനോട് തലാൽ അതാ ചോദിച്ചു വെച്ചു. ഉമ്മ, എന്നെ നാഫി വിടുന്നില്ലായിരുന്നു, പിന്നെ ഉമ്മ തനിച്ചാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പോകുന്നതാണ്. പള്ളിക്ക് തൊട്ടടുത്തായിട്ട് തന്നെ ആ വീട് സ്ഥിതി ചെയ്യുന്നത്. നിഖാബ് ധരിച്ച അറബിയുമ്മയും അറബിക് ഡ്രസ്സിൽ അതാ തലാലും കൂടെ നേരെ ഉസ്താദിൻ്റെ വീട് ലക്ഷ്യമാക്കി പോകുന്നു. തലാൽ അവിടെ പുറത്തു നിന്നു. അറബിയുമ്മ അവിടെ ചെന്നപ്പോൾ ഒരുപാട് സ്ത്രീകളാണ് അവിടെ ക്യൂ നിൽക്കുന്നത് കണ്ടത്. ശരിക്കും അറബിയുമ്മ അത്ഭുതപ്പെട്ടു. പഠിച്ചവനെ, വീടെങ്ങാനും മാറിയോ? ഇതുതന്നെയല്ലേ? അങ്ങനെ അതിൽ ഒരുവളായിട്ട് അറബിയുമ്മയും ആ ക്യൂവിൻ്റെ ബാക്കിൽ നിൽക്കുന്നു. നിക്കാബ് ധരിച്ചത് ആയതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും അറിയുന്നില്ല. എന്നാൽ പിന്നീട് ഒരു സ്ത്രീ അവരെ പരിചയപ്പെടുകയാണ്. താൻ അറബ് നാട്ടിൽ നിന്ന് വരികയാണെന്നുള്ള കാര്യം അതാ അറബിയുമ്മ പറഞ്ഞതോടുകൂടി അവിടെ കൂടിയവരെല്ലാം അറബിയുമ്മയുടെ നേർക്കായി. അറബിയുമ്മ കയ്യിൽ കരുതിയിരുന്ന ആ ഒരു നോട്ടുകെട്ട് അത് എല്ലാവർക്കും സന്തോഷത്തോടെ വീതിച്ച് നൽകുകയാണ്. ശരിക്കും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അറബിയുമ്മയുടെ സ്വതക്ക. അറബിയുമ്മ പ്രത്യേകമായി റബീഉൽ അവ്വലിലും റമദാനിലും കൂടുതൽ സ്വതക്ക നൽകുമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, മുത്ത് ഹബീബിൻ്റെ പേരിൽ ഒരു സ്വതക്ക നൽകിക്കഴിഞ്ഞാൽ അതിന് വലിയൊരു പ്രതിഫലമാണ് കിട്ടുക. പക്ഷേ അറബിയുമ്മ ആളുകളുടെ മുമ്പിൽ നിന്നും ആളുകൾ കാണാൻ വേണ്ടിയിട്ടും ഒന്നും ചെയ്യില്ല. എല്ലാം രഹസ്യമായിരിക്കും. 2-3 സ്ത്രീകളുടെ ഊഴം കഴിഞ്ഞാൽ പിന്നീട് അറബിയുമ്മയുടെ ഊഴമാണ്. അതിൽ അറബിയുമ്മയുടെ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, അതെ, ഇവിടെ വന്നിട്ട് എന്താ അറിയില്ല, എല്ലാത്തിനും വലിയ മാറ്റമുണ്ട്. ഇവിടുത്തെ ഒരു ബീവിക്കുട്ടി പോലെയാണ്. അതായത് ശരിക്ക് ബീവിയാണെന്ന് തോന്നുന്നു. കണ്ടാൽ തന്നെ മുഖത്തുനിന്ന് നിങ്ങളെപ്പോലെ തന്നെ നിക്കാബൊന്നും പൊന്തിക്കൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു വാക്ക് നല്ല ഫലാണ് കേട്ടോ.
ആ ഒരു ഫലം കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരുന്നത്. അറബിയമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു അതിനുള്ള കഴിവ് കൊടുക്കും, അതുകൊണ്ടായിരിക്കും. മാഷാ അല്ലാ. അടുത്തതായി അറബിയമ്മയുടെ ഊഴമാണ്. ഒരു സ്ത്രീ അതാ നൂർ ഫാത്തിമയുടെ അടുക്കലേക്ക് പോയിട്ടുണ്ട്. അവർ തിരിച്ചു വന്നാൽ അറബിയമ്മ എന്തായിരിക്കും നൂർ ഫാത്തിമ അറബിയമ്മയെ പെട്ടെന്ന് കാണുമ്പോൾ പറയുന്നത്? അവൾക്കതൊരു പക്ഷേ ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസമായിരിക്കും. ഇൻഷാ അല്ലാ അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.